തൃശൂരിലെ വിജയം ബി.ജെ.പിയുടെ മുന്നോട്ടുപോക്കിൽ വലിയ നാഴികക്കല്ലാകുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രവർത്തകരുടെ വാക്കുകളിലും ആ ആത്മവിശ്വാസം പ്രകടമായിരുന്നു. വലിയ ആഘോഷങ്ങളോടെ ആർപ്പുവിളികളോടെയാണ് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ നടന്നത്. അദ്ദേഹം ഉച്ചയോടുകൂടി തൃശൂരിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷം ഇവിടെ സ്വരാജ് റൗണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ പ്രവർത്തകർ ഇവിടെ ഒത്തുകൂടിയിരുന്നു. തൃശൂരിൽ നിന്ന് മാത്രമല്ല, തൃശൂരിന് പുറത്തുനിന്ന് അദ്ദേഹത്തിന്റെ സമ്മതിദായകരല്ലാത്തവർക്ക് പോലും തൃശൂരിലേക്ക് എത്തിച്ചേർന്നിരുന്നു. കാരണം ഇതാ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കേരളത്തിൽ ബി.ജെ.പി ഒരു അക്കൗണ്ട് തുറന്ന വലിയൊരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ആഘോഷപൂർവ്വം എന്ന് തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ എല്ലാ ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കാനായി വലിയ പ്രവർത്തകരാണ്, വലിയ കൂട്ടം പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നു. സ്ത്രീകളും അടക്കം പ്രവർത്തകരുടെ സാന്നിധ്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. തുടക്കം മുതലുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം, അത് വോട്ടായി മാറിയതിന്റെ സന്തോഷം എല്ലാവരിലും തന്നെ പ്രകടമായിരുന്നു. ഇവിടെ ശക്തന്റെ ഒരു തട്ടകത്തിൽ വലിയ രീതിയിൽ വിജയക്കൊടി പാറിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു ആശ്വാസമല്ല, ഒരു ആത്മവിശ്വാസത്തിലേക്ക് ബി.ജെ.പി മാറിയിരിക്കുന്നു. കാരണം കൂടുതൽ അക്കൗണ്ടുകൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ അവർ ഉറപ്പിച്ചു തന്നെ പറയുന്ന രീതിയിലേക്ക് അവരൊരു പ്രവർത്തന ശൈലി മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് ഇനി കഴിയുമെന്ന് തന്നെയാണ് അവർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ശക്തന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ആഘോഷങ്ങളോടുകൂടി ഈ റോഡ് ഷോ സമാപിക്കുമ്പോൾ അപ്പോഴും പിരിഞ്ഞു പോകാതെ തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഏതാണ്ട് ഇവിടേക്ക് വന്നവരെല്ലാവരും പറഞ്ഞിരുന്നത് ഞങ്ങളൊരു മറ്റൊരു പൂരം ആഘോഷിക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എല്ലാവരിലും തന്നെ അതിന്റെ ഒരു ആഘോഷവും ആർപ്പുവിളികളും എല്ലാം തന്നെ പ്രകടമാണ്. എന്താണ് ഇന്നൊരു ആഘോഷത്തിന്റെ ഒരു ദിവസം പറയാനുണ്ട്. കേരളം കാത്തിരുന്ന വിജയം. വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ സംഘടനയുടെ പ്രവർത്തകരാണ്. വർഷങ്ങളായിട്ട് ജയിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടും ഞങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതിൽ പറയുന്ന സന്തോഷമില്ല. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വേറെ സന്തോഷം കിട്ടാനുമില്ല. കേരളം മൊത്തം ബി.ജെ.പി ഇന്നല്ലെങ്കിൽ നാളെ ഭരിക്കും, അതിലൊരു സംശയമില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. സുരേഷേട്ടന്റെ വിജയം ഇന്ന് കേരളം കൊണ്ടാടുന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളം തൂത്തുവാരും, അതിലൊരു സംശയമില്ല. എന്തോരം അപവാദം പറഞ്ഞു. ചെമ്പ് സുരേഷ് ഗോപി, മറ്റേ സുരേഷ് ഗോപി, മറിച്ച സുരേഷ് ഗോപി, എവിടെ പോയി ഇവരൊക്കെ എന്ന് പറയേ. ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു ചേട്ടാ. എന്നിട്ട് ഈ പറയണത് ഒരു വീട് പണിയുമ്പോ നമ്മൾ ആദ്യം തറക്കല്ലാണ് ഇടുക. ആ തറക്കല്ലിൽ നിന്നാണ് മുകളിലേക്ക് കെട്ടിപ്പൊക്കുക. ഇത് തറക്കല്ലാണ് തൃശ്ശൂര്. ഇനി കേരളത്തിലെ 20 മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയുടെ തേരോട്ടമാവും, അതിൽ ഒരുവിധ സംശയമില്ല. ആത്മവിശ്വാസത്തോടും ആഘോഷത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകർ പിരിയുന്നത്. കാരണം ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് തീർച്ചയായും ബി.ജെ.പിക്ക് ആഴത്തിൽ വേരോടാൻ തൃശൂരിലെ വിജയം അവർ അത് വളക്കുറാക്കും എന്ന് തന്നെയാണ് അവർ വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും റോഡ് ഷോ സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തൃശൂരിലേക്ക് എത്തിയതിനേക്കാൾ അതിഗംഭീരമായി തന്നെയാണ് പ്രവർത്തകർ അത് ആഘോഷിച്ചു തീർത്തത്. തൃശൂരിൽ നിന്ന് ക്യാമറമാൻ ധനേഷിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18.